14ാമത് റംദാൻ ഫോറത്തിന്റെ ഭാഗമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ മലയാളം പ്രഭാഷണം സംഘടിപ്പിച്ചു. വ്രതശുദ്ധിയുടെ പുണ്യനാളിൽ ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രഭാഷണം നടന്നത്. സന്തോഷപൂർവ്വം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിൽ ഷാർജ മസ്ജിദ് അബ്ദുൽ അസീസ് ഖത്തീബും പ്രമുഖ പ്രഭാഷകനുമായ ഹുസൈൻ സലാഫിയാണ് മലയാള പ്രഭാഷണം അവതരിപ്പിച്ചത്. മരണാനന്തര ലോകത്ത് കാരുണ്യവാനായ പ്രപഞ്ചനാഥനെ കണ്ടുമുട്ടുക എന്നത് വിശ്വാസിയുടെ ജന്മാഭിലാഷമാണെന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ നിഷ്കളങ്കവും നിഷ്കപടവുമായ അത്യാധ്വാനത്തിലൂടെ മാത്രമേ ആ സൗഭാഗ്യം സാധ്യമാവുകയുള്ളൂവെന്നും ഖുർആനിക വചനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. നമുക്ക് ശ്വസിക്കാൻ വായു തന്ന, കുടിക്കാൻ വെള്ളം തന്ന, നമുക്ക് നടക്കാൻ കാലുകൾ തന്ന, പിടിക്കാൻ കൈകൾ തന്ന, വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് ധാരാളക്കണക്കിന് ഉപകരണങ്ങളും സംവിധാനങ്ങളും നൽകി അനുഗ്രഹിച്ചവനായ നാഥൻ, ആ നാഥനെ ഒരു നോക്ക് കാണാൻ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിക്കാൻ പരിശീലിപ്പിക്കുന്ന വ്രതം താൽപ്പര്യങ്ങളെക്കാൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തന മേഖലയിലെ പ്രേരക ശക്തിയായി മാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇശാ തറാവി നമസ്കാരങ്ങൾക്കായി പ്രത്യേക സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. അൽമുൽത്തക്ക മീഡിയ കോർഡിനേറ്റർ ഷമീം ഇസ്മായിൽ പറയുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതൻ ജനാബ് ഹുസൈൻ സലഫി സന്തോഷപൂർവ്വം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേദിയിൽ ഏകദേശം 6000-ൽ പരം ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഈ ഒരു സന്തോഷത്തിൽ തീർച്ചയായിട്ടും വളരെയധികം ആൾക്കാർ കഷ്ടപ്പെട്ട്, വളരെയധികം ആൾക്കാർ രാപ്പകലെ പ്രവർത്തിച്ച ആ ഒരു ഫലം, അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തുകയും ഈ ഒരു പ്രഭാഷണം കേൾക്കുകയും ചെയ്തിരിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കായി സൗജന്യ മെഡിക്കൽ പരിശോധനയും ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. സൗജന്യ ഉംറ യാത്ര, ഐപാഡ്, ടാബ്ലറ്റ് തുടങ്ങിയ നിരവധി സമ്മാനങ്ങളും പരിപാടിയോടനുബന്ധിച്ച് വിതരണം ചെയ്തു. പരിപാടികൾക്ക് ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ നേതൃത്വം നൽകി. ക്യാമറമാൻ റഫീഖ് കരിമ്പലിനോടൊപ്പം സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്.